കരങ്ങൾ ഉയർത്തിക്കൊണ്ട് കർത്താവിനെ സ്തുതിക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ചേർന്ന് പാടാം. സന്തോഷത്തോടുകൂടി കർത്താവായ ദൈവമേ, വഴിയും സത്യവും ജീവനുമായ ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഇപ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പങ്കുചേരുന്ന ഓരോ മക്കളെയും അങ്ങ് കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. അവരുടെ ജീവിത നിയോഗങ്ങളിലേക്ക് കൃപാസന മൾധാരയിൽ വന്ന് ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ചു പോയ മക്കളുടെ ഉടമ്പടി നിയോഗങ്ങളിലേക്ക് കർത്താവേ എഴുന്നള്ളി വരണമേ. എന്റെ ഈശോയെ, തത്സമയം ജീവിത നിയോഗങ്ങൾ ടൈപ്പ് ചെയ്യുന്ന മക്കളിലേക്ക് എഴുന്നള്ളി വരണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. നന്ദി കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് കരങ്ങൾ തുറന്നു പിടിച്ചുകൊണ്ട് ഈശോയെ നോക്കി പാടാം. ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, അവിടുത്തെ സാന്നിധ്യം വെളിപ്പെടുത്തണമേ. ധൂപം പോലും ഉയരുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളുടെ മേൽ കർത്താവേ അവിടുത്തെ സാന്നിധ്യവും മുദ്രയും പതിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പരിശുദ്ധ അമ്മേ, കൃപാസനത്തിന്റെ പ്രത്യക്ഷാൽത്താരിൽ കർത്താവേ അർപ്പിക്കപ്പെടുന്ന ആരാധനയിൽ അഭിഷേകം ചൊരിയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ദിവ്യകാരുണ്യ ഈശോയെ നോക്കി പാടാം. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ആരാധന യേശുവേ, കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച്
ഉയർത്തെടുക്കും. ചേർന്ന് പാടാം. ചേർന്ന് പാടാം. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവേ, ഇപ്പോൾ നിയോഗങ്ങൾ ടൈപ്പ് ചെയ്യുന്ന ദൈവമക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവേ, ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവര്, കർത്താവേ, പിന്നീട് സമയം കിട്ടുമ്പോൾ കണ്ടെടുത്ത് പ്രാർത്ഥിക്കുന്നവര്, കർത്താവിന്റെ നിയോഗങ്ങളുടെ മേൽ അഭിഷേകം ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേയുടെ സാന്നിധ്യം നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ ഇരുന്നു കൊണ്ട്, ഭൂഖണ്ഡങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കള്, അവരുടെ ജീവിത ദുരിതങ്ങള്, കടഭാരങ്ങള്, കർത്താവെ, തൊഴിൽ മേഖലയിലെ പ്രതിസന്ധികള്, കർത്താവ് ബിസിനസ് തകർച്ചകള്, സാമ്പത്തിക ഞെരുക്കങ്ങള്, കർത്താവെ, മക്കളുടെ വിദ്യാഭ്യാസ മേഖലകള്, ഓൺലൈൻ പഠന സംവിധാനങ്ങള്, കർത്താവെ, എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നാനാവിധമായ രോഗങ്ങള്, ക്യാൻസർ രോഗികള് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൈറോയ്ഡ് രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, കൃപാസനം കൃപാസനം, പ്രസാദവര മാതാവേ, പ്രസാദവര മാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ പറയുന്നു. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ഇക്കാലം എത്രയും കർത്താവേ, കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചതിലൂടെ, അമ്മ മാധ്യസം തേടി പ്രാർത്ഥിച്ചതിലൂടെ എല്ലാ കൃപകൾക്കും നന്ദി പറയുന്ന കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് പറയട്ടെ. ദൈവത്തെ എന്ന് അകന്നു പോയവരെ ഇപ്പോഴ് ദൈവാനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുക, മൗനമായി പ്രാർത്ഥിക്കുക. തകർന്ന കുടുംബങ്ങൾ, തരിപ്പണമായ കുഞ്ഞുങ്ങളുടെ ജീവിതങ്ങൾ, മാതാപിതാക്കന്മാർ തമ്മിൽ ഭിന്നതയിൽ കഴിയുന്ന കാരണം കുഞ്ഞുങ്ങളുടെ കാര്യം ശ്രദ്ധിക്കാതെ കുഞ്ഞുങ്ങൾ അവരുടെ വഴിക്ക് പോകുന്നവർ, സമ്പത്ത് മാത്രമുണ്ട് പക്ഷെ ജീവിതമില്ല, വിശ്വാസമില്ല, അകപ്പാടെ കുത്തഴിഞ്ഞ ഒരവസ്ഥ. അങ്ങനെയുള്ള തകർന്ന കുടുംബങ്ങളെ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുക. വീട് ഇല്ലാത്തവർ, വാടക വീട്ടിൽ നിന്ന് മനഃപൂർവ്വം ചതിക്കപ്പെട്ട് ഒഴിഞ്ഞു പോകാതെ കേസും വാക്കാണുമായി നടക്കുന്നവർ, ബോധപൂർവം ട്രാപ്പ് ചെയ്യാനുള്ള ഉദ്ദേശത്തോടു കൂടി ഓരോ കച്ചവടങ്ങളിലൊക്കെ ചെന്ന് നമ്മളെ ചാടിച്ചിട്ട് അവസാനം ആക്രമിക്കപ്പെടുന്നവർ, സാമ്പത്തിക ആക്രമണം എന്ന് പറയുമ്പോൾ ശാരീരിക ആക്രമണം മാത്രമല്ല, പലതരത്തിലുള്ള ആക്രമണങ്ങളാണ് വ്യക്തികൾ അനുഭവിക്കുന്നത്. സഭയിലുള്ളവർ മാത്രമല്ല, അല്ലാത്തവരും ഈ ആരാധനയെ കൂടുന്നുണ്ട്. മാതാപിതാക്കന്മാർ വർഷങ്ങളായിട്ട് പലയിടങ്ങളിൽ അവിടെ ജോലിയും വേലയും ഗവൺമെൻറ് സർട്ടിഫിക്കറ്റുകളും എല്ലാം സംഘടിപ്പിച്ച് സുരക്ഷിതമാകുന്ന ആക്കാനുള്ള വ്യഗ്രതയിൽ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ സൗകര്യം കിട്ടാത്തവരെ ഈ കാലങ്ങളിലെ ഏറ്റവും വലിയ സങ്കടകരമായ ഒരു കുടുംബജീവിതത്തിൻ്റെ അവസ്ഥയാണ്. പണ്ട് 5 കുഞ്ഞുങ്ങൾ ജനിക്കുന്ന ഒരു സമയത്ത് ഒരു കുഞ്ഞു പോലും ജനിക്കാത്ത
അവസ്ഥ വരുന്നുണ്ട്. ആ മേഖലകളെല്ലാം പ്രാർത്ഥനയ്ക്ക് സമർപ്പിക്കേണ്ടതാണ്. അങ്ങനെ ഗുരുതരമായ വിഷയങ്ങളാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ നമ്മൾ ഇന്ന് ആരാധനയ്ക്ക് വെക്കുന്നത്. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഞങ്ങൾ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കട്ടെ കർത്താവേ. നിങ്ങളുടെ മനസ്സിലെ നിയോഗങ്ങൾ ഓർത്തുകൊണ്ട് ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ മനസ്സിന്റെ വേദനകൾ ഓർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഉടമ്പടിയിൽ സമര നിയോഗങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കട്ടെ. ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കട്ടെ. ഫോണിലേക്ക് വിളിച്ചറിഞ്ഞ നിയോഗങ്ങൾ പറഞ്ഞ നിയോഗങ്ങൾ ഇപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കട്ടെ. ഇപ്പോൾ നിങ്ങൾ അലട്ടുന്ന വിഷയങ്ങള്, ദുരിതങ്ങള്, വേദനകള്, വിഷമതകള് എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ജീവിത പങ്കാളി രോഗങ്ങള്, മക്കളുടെ രോഗങ്ങള്, വിദ്യാഭ്യാസ മേഖലകള് സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. എല്ലാ ദൈവത്തിരുസനം സമർപ്പിച്ചിരിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഫലങ്ങൾ വീശിക്കൊണ്ട് യേശുവേ ഞങ്ങളെ ഏറ്റെടുക്കുന്ന നന്ദി പറയുകയാണ്. പരിശുദ്ധ മാതാവേ മാതൃശക്തിക്ക് നന്ദി പറയുകയാണ്. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ജോലിയില്ലാത്ത മക്കള്, കർത്താവെ ജോലി നഷ്ടപ്പെട്ട മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. മാതാവ് പ്രത്യക്ഷപ്പെട്ട തറയിൽ ജീവനോട് എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യ തിരുസന്നിധിയിൽ ജോലിയില്ലാതെ വരുമാനം നഷ്ടപ്പെട്ടു പോയവരെ, എൻ്റെ പേരിൽ ഫീസും കാര്യങ്ങളും കൊടുക്കാൻ പറ്റാത്തവരെ, വിദ്യാർത്ഥികളുടെ ജീവിത വിഷമത്തിലായവരെ, സമയത്ത് നമ്മുടെ പ്രോജക്റ്റുകൾ പാസ്സാകുന്നില്ല, ലോൺ പാസ്സാകുന്നില്ല, സാമ്പത്തിക മേഖലകളിലെ തടസ്സങ്ങൾ വരുന്നു, ആ മേഖലകളെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. വിവാഹം ഒത്തുവരാത്തവർ, 35 വയസ്സ് കഴിഞ്ഞിട്ടും 30 വയസ്സ് കഴിഞ്ഞിട്ടും ഒന്നും ജീവിത പങ്കാളി ലഭിക്കാതെ വിവാഹം കഴിക്കാൻ പേടിയായി നിൽക്കുന്നവരുണ്ട്. എല്ലാവർക്കും പേടിയാണ്. ജീവിത സുരക്ഷിതത്വത്തെക്കുറിച്ചാണ് പേടി. പണ്ടെങ്കിലും ഇല്ലാത്ത തരം സേഫ്റ്റി ഫിയർ ഭയങ്കരമാണിപ്പോഴ്. സ്ത്രീക്കും പേടി, പുരുഷനും പേടി. വിവാഹം കഴിഞ്ഞാൽ എങ്ങനെയാണ് ജീവിക്കുക എന്ന് വെച്ചാൽ ജീവിത നിലവാരം ചുറ്റോട് ചുറ്റും കൂടി മനുഷ്യനെ കയ്യെത്തി പിടിക്കുന്നതിനേക്കാൾ നിലവാരങ്ങൾ നമ്മൾ കാണുന്നതനുസരിച്ച് കൊണ്ട് അതനുസരിച്ച് ജീവിക്കാൻ പറ്റാതെ വരുമ്പോൾ അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്നവരുണ്ട്. കഥയില്ലാത്ത കാര്യമാണെങ്കിലും പുതിയ അരക്ഷിതാവസ്ഥ പഴയ അരക്ഷിതാവസ്ഥയുമായിട്ടുള്ളതുപോലെ അല്ല. പലതും നിരർത്ഥകമാണെങ്കിലും മനുഷ്യൻ്റെ എസ്റ്റീമിനെ ബാധിക്കുന്നതാണ്. ഇന്ന് സുരക്ഷിതമെന്ന് പറയുന്നത് ബുദ്ധി, പണ്ട് സുരക്ഷിതമെന്ന് പറയുന്നത് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടമായിരുന്നു. ഇന്ന് സുരക്ഷിതമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ എസ്റ്റീമാണ്. അഭിമാനത്തോടുകൂടി ഇന്നത്തെ കാലം കൈനീട്ടി തന്ന ഒരു അഭിമാന ബോധമുണ്ട്. അങ്ങനെയുള്ള ഫാൻസി ഐറ്റംസ് വെച്ചുകൊണ്ട് മനുഷ്യൻ സുരക്ഷിതത്തെ അളന്നിട്ട് ജീവിതത്തെ നോക്കി ഭയപ്പെട്ട് നിൽക്കുന്ന മനുഷ്യർക്ക് പരിശുദ്ധാത്മാവിൻ്റെ ധൈര്യം കിട്ടാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അവസ്ഥയിൽ കഴിയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, തൊഴിൽ സ്ഥിരതയില്ലാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, തൊഴിൽ ലഭിക്കാത്തവരെ സമർപ്പിക്കുന്നു. യഥാർത്ഥ സാമ്പത്തിക ദുരിതങ്ങളിൽ കഴിയുന്നവരെ, വിഷമങ്ങളിൽ കഴിയുന്നവരെ, സുരക്ഷിതം നഷ്ടപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ വീശി യേശുവേ ആരാധന, യേശുവേ യേശുവേ ആരാധന, യേശുവേ
കാർഷിക മേഖലകൾ, മത്സ്യബന്ധന മേഖലകൾ, അവിടെയെല്ലാം സങ്കടങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. കൃഷി ചെയ്യാൻ പറ്റാത്തവർ, കൃഷി ഇറക്കാൻ ആത്മാർത്ഥതയുള്ള ആൾക്കാർ കിട്ടാത്തവർ, കിട്ടിയവർ തന്നെ കൈകാര്യങ്ങളിൽ വന്നിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ട് വരുമാനം സ്റ്റക്കായി പോകുന്നവർ, ഓരോ മനുഷ്യൻ അനുഭവിക്കുന്ന സ്വകാര്യ വ്യഥകൾ വല്ലാത്തതാണ്. പലപ്പോഴും തരിശായി കിടക്കുന്ന പുരയിടങ്ങൾ, അത് പണി ചെയ്യാനും പറ്റണില്ല, ചെയ്യിക്കാനും പറ്റണില്ല, വിറ്റ് മാറ്റാനും പറ്റണില്ല. ഇത് ചുവന്നുകൊണ്ട് നടക്കേണ്ട ഒരു അവസ്ഥ വരുന്നത്, എന്ത് ചെയ്യണമെന്നറിയാൻ പാതെ വിഷമിക്കുന്നവർ, അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കാലവർഷവും അതിൻ്റെ കെടുതികളും അത് കൂടാതെയുള്ള കുറേ രോഗങ്ങളും. ഇന്ന് കൊച്ചിയിൽ നിന്നൊരു സഹോദരൻ വിളിച്ചു, ICUയിലാണ്, ഹൃദയത്തിൻ്റെ അസുഖമാണെന്ന് പറഞ്ഞു. അപ്പം തന്നെ പ്രാർത്ഥിച്ചെങ്കിലും ഇപ്പം വീണ്ടും ആരാധനയ്ക്ക് വെക്കുകയാണ്. ഹൃദയരോഗമുള്ളവരെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഹൃദയരോഗമുള്ളവരെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. നിങ്ങൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് വിശ്വാസ പ്രമാണമാണ് ഇപ്പോൾ ചെല്ലേണ്ടത്. കർത്താവേ, ഹൃദയരോഗികളെ സ്പർശിക്കണമേ, കർത്താവെ ഹൃദയരോഗികളെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞരമ്പുകൾ ക്ഷയമുള്ളവരെ പ്രാർത്ഥിക്കുന്നു. ശ്വാസം കിട്ടാത്തവരെ, ഓക്സിജൻ ലെവല് കുറഞ്ഞു പോകുന്നവരെ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓക്സിജൻ അപ്പാരറ്റസ് ലഭ്യമല്ലാത്ത സാഹചര്യങ്ങളെ, ഓക്സിജൻ തന്നെ കിട്ടാത്ത സാഹചര്യങ്ങളെ, കർത്താവെ ഒരിക്കലും മനുഷ്യൻ അനുഭവിക്കാത്ത പ്രാണവായുവിൻ്റെ ദാരിദ്ര്യം കർത്താവെ ഞങ്ങൾ ഒരിക്കലും അനുഭവിച്ചിട്ടില്ല. ഈശോയെ, അത് ഈ കാലത്ത് അനുഭവിക്കണം ഈശോയെ. മനുഷ്യൻ എല്ലാ സംവിധാനങ്ങളും ശാസ്ത്രങ്ങളും നിലനിന്ന് മനുഷ്യനെ സംരക്ഷിക്കാൻ സർക്കാർ ഉള്ളപ്പോഴും പ്രാണവായുവിന് വേണ്ടി, ഒരവംശ പ്രാണവായുവിന് വേണ്ടി പിടയുന്ന ജന്മങ്ങളെ കർത്താവ്, എല്ലാ സംവിധാനങ്ങളും നിരർത്ഥകമായിരിക്കുന്ന അവസ്ഥകളിൽ കർത്താവ് നീ തന്നെ റൂഹ എന്ന് പറഞ്ഞ കർത്താവ്, മനുഷ്യന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ആദ്യം ഓക്സിജനെ പ്രാണവായുവിനെ ഊതിക്കൊടുത്തവനെ എല്ലാ മക്കളിലേക്ക് കർത്താവ്, ഓക്സിജന്റെ ഡെഫിഷ്യൻസി ഉള്ള എല്ലാ എല്ലാ വ്യക്തികളിലും കർത്താവ് നിന്റെ പ്രാണവായു ഊതിക്കൊടുക്കുകയും അവിടെ ജീവൻ നിലനിർത്തുകയും ചെയ്യട്ടെ യേശുവിന്റെ നാമത്തിൽ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ശരീരം ആസകരം നെറ്റി ഉൾപ്പെടെ ചൊറിഞ്ഞ് പൊട്ടിയിട്ട് വലിയ പൊട്ടുകളുള്ളവരെ, ചെറിയ പൊട്ടുകളുള്ളവരെ, ശരീരം ഇങ്ങനെ കുരുക്കൾ വന്നിട്ട് അതിൻ്റെ മൃദുത്വം, അതിൻ്റെ സൗഷ്ഠവം നഷ്ടപ്പെട്ടിട്ട് കഠിനമായി ഹാർഡായി പോയ തൊലികളെ, അതിൻ്റെ പേശികളെ നമ്മൾ ശരീരത്തിൽ കുത്തുമ്പോൾ അത് നെങ്ങാതെ ബലമായിട്ട് ഇരിക്കുന്ന ശരീരത്തെ കർത്താവ് സ്പർശിക്കുന്ന സമയമാണ്. കർത്താവിൻ്റെ നാമത്തിൽ വിശുദ്ധമായ രക്തം അങ്ങനെയുള്ള ശരീരത്തിലുള്ള ശാരീരിക രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, ചിരങ്ങ് രോഗങ്ങൾ, ചൊറി രോഗങ്ങൾ, അതുപോലെയുള്ള ത്വക്ക് രോഗങ്ങളുള്ളവരെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകപ്പെടട്ടെ. മാരക രോഗങ്ങൾ, അലർജി രോഗങ്ങൾ, വിസർപ്പ രോഗങ്ങൾ യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ മാതാവിന്റെ മധ്യസ്ഥത സൗഖ്യമാകട്ടെ. സ്തുതിക്കട്ടെ. അങ്ങ് സ്പർശിക്കുന്ന നന്ദി പറയുന്ന കർത്താവേ, സുഖപ്പെടട്ടെ, സുഖപ്പെടട്ടെ. തൊണ്ടവേദനയുള്ളവർ, തൊണ്ടവേദന തുടങ്ങിയിട്ടുള്ളവർ, കോവിഡിൻ്റെ ബന്ധമായിട്ട് തൊണ്ടവേദന ഉള്ളവർ, തൊണ്ടവേദന തുടങ്ങിയിട്ടുള്ളവർ, ശ്വാസകോശങ്ങളിലേക്ക് ശ്വാസപ്പെടാൻ അനുഭവിക്കപ്പെടുന്നവരെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ ഈ നിമിഷം തളിക്കപ്പെടട്ടെ. കർത്താവേ, ദിവ്യകാരുണ്യമേ, ഇപ്പോൾ തൊണ്ടവേദനയുള്ളവരെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ കരൾ രോഗികളെ, കിഡ്നി രോഗികളെ, കർത്താവ് ആന്തരിക അവയവങ്ങൾക്ക് കർത്താവ് കേടുപാടുള്ളവരെ, ക്യാൻസർ രോഗികളെ, ക്യാൻസർ രോഗം പിടിച്ച അവയവങ്ങളെ, ക്യാൻസർ രോഗം പിടിച്ച രക്തങ്ങളെ യേശുക്രിസ്തു വിശുദ്ധമായ രക്തത്താൽ ആന്തരികമായ ഉള്ളംകാലം ഉച്ചവരെ യേശുവിന്റെ നാമത്തിൽ കർത്താവ്
കഴുകപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ കർത്താവേ. അന്ത്യരോഗങ്ങളെ ഈ നിമിഷം യേശുവിന്റെ നാമത്തിൽ പൂർണ്ണമായി സത്യമായി സൗഖ്യമാകട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് സ്വഭാവദൂഷ്യമുള്ള മക്കള്, പറഞ്ഞാൽ അനുസരിക്കാത്ത മക്കൾ, കുടുംബത്തിലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം കയറി വരുന്നവർ, ഇവിടെ പ്രാർത്ഥിക്കാത്തവരുണ്ട്, ഏതെങ്കിലും ബന്ധങ്ങളിൽ പെട്ടുപോയവർ, ഏതെങ്കിലും വിഷയങ്ങളിൽ അകപ്പെട്ടു പോയവർ, ചില വ്യക്തികളോടുള്ള അറ്റാച്ച്മെൻ്റ് ആകാം, ചിലപ്പോൾ വിഷയങ്ങളോടുള്ള അറ്റാച്ച്മെൻ്റ് ആകാം, ചിലപ്പോൾ വീഡിയോ ഗെയിം പോലുള്ള ഗെയിമാകാം. ഇങ്ങനെ മനസ്സ് വെറുതെ ഭ്രാന്തമായ രീതിയിൽ പെട്ടുപോയവർ, അതിൻ്റെ പേരിൽ വീട്ടുകാരോടും ദൈവത്തോടുമുള്ള സ്നേഹം തണുത്തു പോയവർ, കർത്താവേ ഞങ്ങൾ അങ്ങനെയുള്ള എല്ലാ മക്കളെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കണം. ഈശോയെ കർത്താവേ, മനുഷ്യൻ്റെ വിസ്മയം കാരണം, ഭ്രമം കാരണം വ്യത്യസ്തമായ പാപങ്ങളിലും കർത്താവേ, അതുപോലെ മനസ്സിൻ്റെ ആധ്യാത്മിക ഗുണങ്ങളെ നിർവീര്യമാക്കുന്ന അവസ്ഥകളിൽ കർത്താവേ പെട്ടുപോയ മക്കളെ അങ്ങ് വിശുദ്ധമായ രക്തത്താൽ ഇപ്പം കഴുകണമേ. കർത്താവിൻ്റെ വലിയ ശക്തി ഒരുക്കണമേ. അവരെ ഉപദേശിച്ച് കർത്താവേ, മാതാപിതാക്കന്മാരും മടുത്ത് ഉപേക്ഷിച്ച് കളഞ്ഞ കേസുകളെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ വേദനപ്പെട്ട് നടക്കുന്ന മാതാപിതാക്കന്മാരെ ഇപ്പോഴൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ അമ്മ മാതാവിന്റെ മധ്യസ്ഥത്തില് ആ മക്കളിൽ അത്ഭുതം സംഭവിക്കട്ടെ. കൂട്ടുകെട്ടിലും പ്രേമബന്ധങ്ങളിലും അടിക്കായി പോലെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. വസ്തുക്കൾ വിൽക്കാനും വാങ്ങിക്കാനും ഉള്ളവര്, അതിൻ്റെ പേര് നഷ്ടം വന്നവർ, അതിൻ്റെ പേര് പണം സമയത്ത് കിട്ടാതിരിക്കുന്നവർ, ഇങ്ങനെയൊക്കെ എല്ലാം കൈവിട്ടു പോയ പോലെ തോന്നണവർ, കടകളും വരുമാന മാർഗങ്ങളും മാസങ്ങളായി പൂട്ടിക്കിടക്കുന്ന കാരണം അവരുടെ സാധനം നശിക്കുന്നു, അതുപോലെ തന്നെ കൊടുത്തു വിട്ടാൻ പറ്റണില്ല, എടുത്തു വെക്കാൻ പറ്റണില്ല. ഇങ്ങനെ കുറേ പ്രശ്നങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ, അവരുടെ മേലെല്ലാം കർത്താവിൻ്റെ പ്രത്യേകമായ കരുണയും കൃപയും ഈ നിമിഷം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വസ്തുസംബന്ധമായ എല്ലാ മേഖലകളിലേക്ക് സ്പർശിക്കുന്ന നന്ദി പറയുന്ന കർത്താവേ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അതുമൂലം സാമ്പത്തിക ഞെരുക്കത്തിലും ജപ്തിക്കുരുക്കിലും കഴിയുന്നവരെ സമർപ്പിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പാടാം. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനം നിറവോടെ കൃപയാലേ കൃപയാലേ കൃപയാലനുദിനം ബലഹീനതൈ ബലമേകി ബലവാനായോ നടത്തിയിരുന്നു. ബലഹീനതൈ ബലമേകി ബലവാനായോ നടത്തിയിരുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനം കൃപയാലേ കൃപയാലേ കൃപയാലനുദിനം ബലഹീനതൈ ബലമേകി ബലവാനായോ നടത്തിയിരുന്നു. ബലഹീനതൈ ബലമേകി ബലവാനായോ നടത്തിയിരുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനം കൃപയാലേ കൃപയാലേ കൃപയാലനുദിനം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, അവിടുത്തെ സാന്നിധ്യം വെളിപ്പെടുത്തണമേ കർത്താവേ. അവിടെ കുടുംബത്തിന്റെ ദുരിതങ്ങൾ, വേദനകൾ കർത്താവെ ഏറ്റെടുക്കുന്നതിനെ നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിൽ പ്രത്യക്ഷയായ പരിശുദ്ധി അമ്മേ, മാധ്യസം വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവർ, പിന്നെ ജോലിക്ക് പൈസ കൊടുത്തവർ, അവരെ അഡ്മിഷൻ വിദേശ രാജ്യങ്ങളിൽ എടുത്തവർ,
പക്ഷെ പോകാൻ പറ്റാതെ വരുന്നവർ, ചിലർ വിദേശ ജോലി മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്നവർ, നാട്ടിലെ ജോലി അന്വേഷിക്കാൻ മനസ്സില്ലാത്തവർ, അത് അവരുടെ അഭിമാനമോ ദുരഭിമാനമോ എന്തോ ഒരു മാനസികമായ ഒരു തകർച്ച. മറ്റുള്ളവരെല്ലാം ബന്ധുക്കളും സ്വന്തപ്പെട്ടവരും എല്ലാം വിദേശത്ത് പോയത് കാരണം നാട്ടിൽ ജോലി നോക്കാനുള്ള ഒരു കുറച്ചിൽ, ഇങ്ങനെയൊക്കെ കുറേ പാപകരമായ ദൈവത്തിൽ നിരക്കാത്ത ജഡിക മനോഭാവങ്ങൾ സൂക്ഷിക്കുന്ന അനേകം മക്കൾ കുടുംബത്തെ തകർക്കുന്നുണ്ട്. ശരിക്കും ദൈവത്തിന് നിരക്കാത്ത കാര്യമാണ്. ബന്ധുക്കളെല്ലാം കാനഡയിൽ പോയെന്ന് പറഞ്ഞ് ഞാനും പോയില്ലെങ്കിൽ ഞാനിങ്ങനെ PSC ടെസ്റ്റ് എഴുതുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. എന്ത് പരിപാടിയാണ്! അവർക്കതിൻ്റെ സത്യം മനസ്സിലാക്കാൻ പറ്റണില്ല. അവരുടെ ഈഗോ ഭയങ്കര ശക്തമാണ്. പിന്നെ ചെറിയ പണമൊന്നും പോരാ, ലക്ഷങ്ങൾ തന്നെ ശമ്പളം വേണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. വിദ്യാർത്ഥികളുടെ കൂട്ടത്തിലുമുണ്ട്. ഇതൊന്നും ആഗ്രഹിക്കുന്നതല്ല സംഭവം. പണത്തിന് ഭയങ്കരമായ, അതായത് ജീവിച്ചാൽ പോരാ, എല്ലാവരെക്കാളും അടിച്ചു പൊളിച്ച് ജീവിക്കണം, അല്ലെങ്കിൽ അതൊരു ജീവിതമല്ല എന്ന് വിചാരിച്ചുകൊണ്ട് വേവലാതിപ്പെടുന്ന കാലം ഇങ്ങനെ മാറുന്നതനുസരിച്ച് മനുഷ്യനൊരു തരം ഭ്രാന്തനായിക്കൊണ്ടിരിക്കുകയാണ്. കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ചൊക്കെ നിൽക്കണ കാണാം. പക്ഷെ ഭയങ്കര വട്ട് കേസുകളാണ് 13 ഈ വട്ട് കേസുകളെ ചികിത്സിക്കുന്നത് ഭയങ്കര പാടാണ് വീട്ടുകാർക്കും. എത്ര എണ്ണമാണെന്നറിയാം, കെട്ടാതെയും ജോലിയില്ലാതെയും ജോലി അന്വേഷിച്ചു ഇപ്പം തന്നെ ഫ്ലൈ ചെയ്ത് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നാട്ടിൽ ജോലി അന്വേഷിക്കാതെ കറങ്ങി നടക്കുന്നവരെന്ത് മാത്രമാണ്. എല്ലാം വട്ട് കേസാണ് ശരിക്കും പറഞ്ഞാൽ. അവർക്കൊക്കെ ബോധം ഉണ്ടാകണം ശരിക്കും. കാരണം അവർക്ക് ബോധം ഉണ്ടാകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാൻ വേണ്ട ഉള്ളത് മാത്രം എനിക്ക് തരണം കർത്താവേ എന്ന് പറയണം. അതിൽ തൃപ്തിപ്പെടാനുള്ളൊരു ബോധം ഉണ്ടാകണം. അതാണ് സാമാന്യ ബോധം എന്ന് പറയണത്. സാമാന്യ ബോധം അല്ലാത്തത് വട്ടാണ് ശരിക്കും. കാര്യം ജീവിക്കാനുള്ളൊരു ബോധം, ജീവിക്കാനുള്ള ആവശ്യം, അടിസ്ഥാനത്തിൻ്റെ ആവശ്യമുള്ള, അതായത് മറ്റുള്ളവരുടെ മുമ്പ് കയ്യിൽ നിന്ന് കിട്ടാതെ ജീവിക്കാനുള്ളത് എനിക്ക് തരണം എന്നാണ് മനുഷ്യൻ ആദ്യം ദൈവത്തോട് പറയേണ്ടത്. അല്ലാതെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവരൊക്കെ കോടികൾ സമ്പാദിക്കുന്നു, അതുപോലെ സമ്പാദിച്ചിലെ ജീവിതം ആകത്തിലും ചിന്തിച്ച് നടക്കുന്നവരുണ്ട്. അവരുടെ പേരെല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടണം. അതൊക്കെ ബാധകളാണ് ശരിക്കും പറഞ്ഞാൽ. ബാധിച്ചവർ എന്തോ ഒരു ലോകത്തിൻ്റെ വിഷപ്പകർച്ച ബാധിച്ചവരാണ്. ഇതിന് ബാധ, ഈ ബാധയാണ് ഉച്ചാരണം ചെയ്യേണ്ടത്. അല്ലാതെ പിശാച് കിടന്ന് വിളിച്ച് കൂപ്പിട്ടൊരു കാര്യമില്ല. മനുഷ്യനെ ബാധിച്ചിരിക്കുന്നത് അവൻ്റെ ഈഗോ പിശാചാണ്. ആ പിശാച ഉച്ചാരണം ചെയ്യപ്പെടേണ്ടത്. അങ്ങനെയുള്ളവരുടെ മേലാണ് കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടേണ്ടത്. ശ്രദ്ധിക്കട്ടെ. യേശുവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവ്, ഓരോ കുടുംബം, ഓരോ വ്യക്തികൾ കാണാത്ത കയറിൽ കെട്ടിയിടപ്പെടുകയാണ് കർത്താവെ. അവരെ സംബന്ധിച്ച കർത്താവ് അവരുടെ ജീവിതത്തിൽ കർത്താവ് ഒരു തീരുമാനം എടുക്കാനോ അവരെ കർത്താവ് അവരെ ആ തീരുമാനത്തിൽ നിന്ന് തള്ളി മാറ്റിയ കർത്താവ് അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളവർക്ക് എന്തെല്ലാം ബന്ധനങ്ങൾ കർത്താവ് മോചിക്കുന്നതിന് വേണ്ടി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അവരുടെ ബന്ധനങ്ങളെ യേശുവിന്റെ നാമത്തിൽ അഴിച്ചു മാറ്റുന്നു. ശ്രുതികട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ബാക്കിമാവിൻ്റെ പ്രാർത്ഥനകൾ, ജീവിതാവശ്യങ്ങൾക്കുള്ള പ്രാർത്ഥനകൾ നമ്മൾ അവസാനം പ്രാർത്ഥിക്കുക. ആരാധനയുടെ അവസാനം 12:45 പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ ശുശ്രൂഷ ദൈവവചന സന്ദേശ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുക. ഈ ദിവസങ്ങളിൽ കൃപാസനത്തിലൊരു സാക്ഷി നിങ്ങൾ കണ്ടു കാണാം. സാക്ഷി ഇതാണ്. പള്ളിപ്പുറത്തെ ഒരു ചേച്ചിയുടെ സാക്ഷ്യമാണ്. സാക്ഷി ഇതാണ്. ഇവർക്ക് ലുക്കീമിയയാണ്, രക്താർബുദമാണ് രോഗം. അപ്പോൾ രക്താർബുദം രോഗം അത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ സാമ്പത്തിക ചുറ്റുപാടുകളൊക്കെ കണ്ടപ്പോൾ കേരളത്തിലൊരു പ്രഖ്യാപിതമായ ആശുപത്രിയിലാണ് ടെസ്റ്റ് നടന്നത്. അപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ ട്രീറ്റ് ചെയ്യാനത് പാടായിരിക്കും, കാര്യം 50 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. ഈ രക്താർബുദം ഈ ആശുപത്രി ചികിത്സിക്കുന്നതിന് 50 ലക്ഷം രൂപ വേണ്ടി വരും. അപ്പോൾ നിങ്ങളെ കണ്ടിട്ട് അത് മുടക്കാനുള്ള കഴിവുള്ളവരല്ല, അതുകൊണ്ട് നിങ്ങൾ ഗവൺമെൻറ് സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ പറഞ്ഞു.
അപ്പോൾ ഗവൺമെൻറ് സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ഇവർ പോകുന്നതിന് മുമ്പ് RCCയിൽ പോയി കീമോ തുടങ്ങി. അപ്പോൾ കീമോ തുടങ്ങിക്കഴിഞ്ഞപ്പോഴും ശരീരം ഇങ്ങനെ ഡൗണായി വരികയാണ്. അറിയാമല്ലോ കീമോ പേഷ്യൻ്റെ അവസ്ഥ അറിയാമല്ലോ. അത് രക്താർബുദത്തിൻ്റെ കീമോ കൂടുതലാണ്. അപ്പോൾ അത് കൊണ്ട് ശരീരം വല്ലാത്ത രീതിയിലേക്ക് തളരുകയാണ്. അപ്പോൾ ഇവർ ഉടമ്പടി ചെയ്തതിന് ശേഷം ഈ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇവരുടെ മനസ്സിലെ കർത്താവ് ഒരു വചനം കൊടുത്ത് അവർ നന്നായിട്ട് ആ സാക്ഷ്യം പറയുന്നുണ്ട്. ആ വചനം കൊടുത്തിരിക്കണ ഇതാണ്: ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. അതാണ് അവിടെ മനസ്സിൽ വന്ന വചനം. ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ കർത്താവ് കൊടുത്തൊരു വചനമാണത്. എന്താണ്? ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷമാണ് 1-ാം വാക്യം. വിശുദ്ധ ലൂക്ക 1-ാം വാക്യം. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. ആ വാക്ക് അവരുടെ മനസ്സിൽ വന്നപ്പോൾ തന്നെ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത്. അപ്പോൾ ചേച്ചിയുടെ ഭർത്താവിന് ആണ് ലുക്കീമിയ. അപ്പോൾ ചേച്ചിയുടെ ഭർത്താവിന് കീമോ കഴിയുമ്പോൾ വളരെ ഡൗൺ ആയിപ്പോയ ആൾ. അപ്പോൾ ചേച്ചി വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ചേച്ചി കിട്ടിയ വചനം ഇതാണ്: ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. അപ്പോൾ ഉടനെ അവരെന്നാ ചെയ്യുക, ഭർത്താവിന് നേർച്ച വസ്തുക്കൾ കൊടുക്കുന്നതിന് മുമ്പ്, ഉടമ്പടി തൈലം ഒക്കെ കൊടുക്കുന്നതിന് മുമ്പ് അവർ ഈ വചനം ഒരു പേപ്പറിൽ എഴുതി അവിടെ വെച്ച്, ആ വചനം എഴുതിയ പേപ്പറിലാണ് നേർച്ച വസ്തു വെച്ചിരിക്കുന്നത്. അതെന്താ കാര്യം? കർത്താവിൻ്റെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഈ നേർച്ച വസ്തുക്കളിലൂടെ കർത്താവ് അവർക്ക് ചെയ്യും എന്നാണ് അവിടെ വിശ്വാസം പ്രഖ്യാപിക്കുന്നത്. അത് പ്രഖ്യാപിച്ച് കഴിഞ്ഞപ്പോൾ ഇവരൊരു സ്വരം കേൾക്കും. എന്താണ്? ഞാൻ നിന്നെ സുഖപ്പെടുത്തുമെന്ന്. അതൊരു സ്വരമാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു പക്ഷേ എല്ലാവർക്കും തോന്നി പിന്നെ കർത്താവ് സ്വരത്തിൽ സംസാരിക്കാൻ പോകണം. അതായത് ഈ മേഖലയുള്ളവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാകും. ബുദ്ധിയുടെ മേഖലയെ വർക്ക് ചെയ്യുന്നവർക്ക് ഒരു 10 ജന്മം അവർ ഈ ഭൂമി ജീവിച്ചിട്ട് ഒരു കഥയുമില്ല, അത് മനസ്സിലാവത്തില്ല. കാര്യം ഇത് ഹൃദയത്തിൻ്റെ ഒരു മേഖലയാണ്. ഈ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് കൊടുത്ത വചനമാണ്. ഈ വചനത്തിൽ അവർ വിശ്വസിക്കുന്നു. ഈ വചനത്തിൽ അവർ വിശ്വസിക്കുന്നു എന്ന് കർത്താവിനെ അറിയിക്കാൻ വേണ്ടിയാണ് ആ വചനം എഴുതിയിട്ട് അതിൻ്റെ പുറത്ത് ഈ രോഗി ഉപയോഗിക്കാനുള്ള നേർച്ച വസ്തുക്കൾ എടുത്ത് വെക്കുന്നത്. അത് വെച്ച് കഴിഞ്ഞ് അവർ സ്വരം കേൾക്കും, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണെന്ന്. അതിനുശേഷം ഈ രോഗം പൂർണ്ണമായി അങ്ങ് സുഖപ്പെടും. കീമോ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും കീമോയുടെ ആ ആവിയും പുകയും അതിൻ്റെ തളർച്ചയും തകർച്ചയും ഒന്നും അനുഭവിക്കാതെ തന്നെ ഈ വ്യക്തി ജോലി ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കർത്താവ് ഇവനെ ഉയർത്തിക്കൊണ്ടുവരും. ഈ സാക്ഷ്യം എൻ്റെ മനസ്സിൽ വന്നപ്പോഴേ എൻ്റെ മനസ്സിൽ ഉടനെ വന്ന വചനം, ഈ പുരോഹിതന്മാർ പോലും ഇങ്ങനെ പ്രാർത്ഥനയിൽ വിശ്വസിക്കാത്തവരുണ്ട്. പുതിയ പുരോഹിതന്മാരല്ല, പണ്ടത്തെ പുരോഹിതന്മാരുടെയും ചില പുരോഹിതന്മാരുടെ അവസ്ഥ അതാണ്. അവരിത് ഈ സാമാന്യ ജനത്തിൻ്റെ അനുഭവങ്ങളിൽ വിശ്വസിക്കത്തില്ല. അവരതിൻ്റെ റീസൺ അന്വേഷിക്കും. ഉടനെ ബുദ്ധിപരമായിട്ട്
ഇപ്പം ഞാനെന്തിങ്ങനെ പറഞ്ഞാൽ സക്കറിയ പുരോഹിതനല്ലേ, സക്കറിയ പുരോഹിതന് ഒരിക്കലും അൾത്താറയിൽ ഇങ്ങനെ ധൂപിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴേ ഗബ്രിയേൽ മാലാഖ നേരിട്ട് വന്ന് ഒരു കാര്യമാണ് പോക്കേ, ഞാനാണെങ്കിൽ സക്കറിയാനെ തലക്കെട്ടടിച്ചേന. അതായത് അൾത്താറെ ധൂപിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ മനുഷ്യൻ. അയാൾ ചെറുപ്പക്കാരനൊന്നുമല്ല, 90 വയസ്സുള്ള മനുഷ്യനാണ്. ഇത്രയും വയസ്സ് കർത്താവിൻ്റെ വേല ചെയ്ത ആളാണ്. ഇയാളോട് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? സക്കറിയ, നിൻ്റെ പ്രാർത്ഥന ദൈവ സന്നിധി കേൾക്കപ്പെട്ടിരിക്കുന്നു. അതാണ് പറയണത്. നിൻ്റെ പ്രാർത്ഥന ദൈവതിരുസന്, അതായത് ലൂക്ക 1:13 സുന്ദരമായ ഒരു വചനമാണ്. എന്താ പറയണത്? വിശുദ്ധ ലൂക്കാ സുവിശേഷം 1:13, സക്കറിയ, നിൻ്റെ പ്രാർത്ഥന ദൈവതിരുസന്നിധിയിൽ കേൾക്കപ്പെട്ടിരിക്കുന്നു. അപ്പോഴെന്താണ് പറയണത്? ദൈവമേ, അപ്പം കരഞ്ഞുകൊണ്ട് നന്ദി പറയേണ്ടതാണ് ഈ പുരോഹിതൻ അല്ലേ? അപ്പം സക്കറിയ ചോദിക്കേണ്ടത്, ഞാൻ എപ്പോൾ പ്രാർത്ഥിച്ചെന്നാണ് ചോദിക്കണത്. ഞാൻ എപ്പോൾ പ്രാർത്ഥിച്ചത്? എന്നുവെച്ചാൽ ഈ മനുഷ്യൻ 45 വയസ്സിലാ മറ്റേ പ്രാർത്ഥിച്ചതാ. അതാണ് സക്കറിയക്ക് അങ്ങനെ സംശയം വരാൻ കാര്യം. 45 വയസ്സിൽ അയാളുടെ ഭാര്യയ്ക്കൊക്കെ ഒരുവിധം പിള്ളേർ ജനിക്കേണ്ട ഒരു കാലം ഉണ്ടായിരുന്നു. അന്നെങ്ങാണ്ട് പ്രാർത്ഥിച്ച കാര്യമാണ് ഇപ്പോൾ മാലാഖ പറഞ്ഞത്. സക്കറിയക്ക് ഇപ്പോൾ 90 വയസ്സായി. പുള്ളിയുടെ പ്രാർത്ഥനയിൽ ഇങ്ങനെ ഈ പ്രാർത്ഥനയുടെ ഒരു രീതി അതാണ്. പ്രാർത്ഥനയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ഉത്തരം തരാം, ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ വേണമെങ്കിലും ഉത്തരം തരാം. ഇപ്പോൾ നിൻ്റെ ജീവിതത്തിൽ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച്, നീ ഇളയ മകന് വേണ്ടി പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ മൂത്ത മകന് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് വിചാരിച്ചോ. മൂത്ത മകന് വേണ്ടി എന്താ പ്രാർത്ഥിച്ചത്? കുറേ നാൾ മക്കളില്ലാതിരുന്നപ്പം പറഞ്ഞ കർത്താവേ, എനിക്കൊരു മകൻ ജനിക്കുകയാണെങ്കിൽ അവനെ ഞാൻ പട്ടത്തിന് വിട്ടേക്കാമെന്ന് പറയും. അങ്ങനെ പ്രാർത്ഥിക്കുമല്ലേ മനുഷ്യർ? മൂത്ത മകൻ പട്ടത്തിന് വിടാൻ വേണ്ടി പ്രാർത്ഥിക്കും അവനെ. പക്ഷേ മൂത്ത മകൻ ജനിച്ചു കഴിഞ്ഞതിന് ശേഷം അവൻ പട്ടാളത്തിൽ പോയി. എങ്ങനെയുണ്ട്? പട്ടാളത്തുകാരന് വേണ്ടി പ്രാർത്ഥിച്ച് അവൻ പോയത് എവിടെയാണ്? പട്ടാളത്തിൽ. അപ്പോൾ ഇളയ മകൻ ജനിച്ചപ്പോൾ ഇളയ മകൻ വളർന്നപ്പോൾ പറഞ്ഞു, അപ്പ എനിക്ക് പട്ടത്തിന് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ എൻ്റെ അർത്ഥം? എന്താ? മൂത്ത മകന് വേണ്ടി പ്രാർത്ഥിച്ചത് ദൈവം ഇളയ മകന് കൊടുത്തു. അതായത് പ്രാർത്ഥന ഒരിക്കലും നശിക്കണില്ല. നിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു, പക്ഷേ സമയം നിശ്ചയിക്കാൻ നിനക്കോ എനിക്കോ അധികാരമില്ല. അത് ഏത് വകുപ്പിലാണ് വേണ്ടതെന്ന് നിശ്ചയിക്കേണ്ടതും ദൈവത്തിൻ്റെതാണ്. ദൈവവേദലേ, നീ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണം, നീ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ദൈവം അനുഗ്രഹിക്കണമെന്ന് മത്സരം പിടിക്കരുത്. അങ്ങനെയുള്ള പ്രാർത്ഥനയാണ് കേട്ടതെന്ന് പറയരുത്. മറിച്ച് നീ പ്രാർത്ഥിച്ചു, പക്ഷേ നിന്നൊക്കെ പ്രാർത്ഥന കേൾക്കണത് ദൈവത്തിൻ്റെ സമയത്തായിരിക്കും. അങ്ങനെ വിവേചിക്കാനുള്ള പരിശുദ്ധാത്മാവ് ഈ മനുഷ്യന് ഇല്ലാതെ പോയി. പുരോഹിതനാണ്, പക്ഷേ പരിശുദ്ധാത്മാവില്ല. ഇത് ഭയങ്കര തകർച്ചയാണ് ശരിക്കും. പുരോഹിതനായിരിക്കാം, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ സ്ഥായിയായിട്ടുണ്ടാകാതെ വരാം. സക്കറിയ പുരോഹിതനാണ്, പക്ഷേ പരിശുദ്ധാത്മാവിന് വിവേചനം ഉണ്ടല്ലോ, അത് പരിശുദ്ധാത്മാവിൻ്റെ വരവാണ്. അതില്ല. അത് കാരണം ഈ എപ്പ എന്നും പറഞ്ഞ് പൊട്ടം കളിച്ച ഇയാൾ പൊട്ടം കളിച്ച് എപ്പ പ്രാർത്ഥിച്ചു എന്നിട്ട് പറയണേ, പണ്ട് അതിപ്പോൾ എനിക്ക് 90 വയസ്സായില്ലേ, അതിപ്പോൾ എനിക്ക് അപ്പം ദൈവത്തിനൊരു തരം ആക്ഷേപിക്കുന്ന രീതിയിലാണ് ഈ പൊട്ടൻ അവിടെ കിടന്നുകൊണ്ട് പെരണ്ട് കളിക്കണത്. പിന്നെ എൻ്റെ ഭാര്യയുടെ പതിവൊക്കെ തെറ്റി അവൾക്ക് 70 വയസ്സായി. ഇപ്പം എന്ത് പ്രാർത്ഥന? ഞങ്ങളതൊക്കെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയുള്ള അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനകളൊക്കെ അവസാനിപ്പിച്ചിരിക്കും. ഇങ്ങനെ ഒരുതരം കുഴഞ്ഞ് മറിഞ്ഞ് കളിക്കണം. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ അറിയാൻ പാടില്ല. സക്കറിയ പുരോഹിതനാണ്, 90 വയസ്സുണ്ട്, പക്ഷേ ദൈവത്തെ അറിയാൻ പാടില്ല. ഇത് വലിയൊരു ദുരന്തമാണ്. നമുക്ക് പ്രായമാകാം, പക്ഷേ വിവേചന പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. നമ്മൾ പുരോഹിതനാകാം, അല്ലെങ്കിൽ ദൈവശുശ്രൂഷകരാകാം, പക്ഷെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമെന്ന് നിർബന്ധം, വിവേചനം കിട്ടത്തില്ല. അപ്പം നമുക്ക് പ്രായമാകാം, പക്ഷെ ദൈവത്തിനെ അറിയണമെന്ന് നിർബന്ധമില്ല. അത് നിസ്സാര കാര്യമല്ല. ദൈവത്തെ അറിയാത്തവർക്ക് പ്രാർത്ഥിക്കാൻ വലിയ പാടാണ് ശരിക്കും.
ദൈവത്തെ അറിയാത്തവർക്ക്. എന്തെങ്കിലും പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, സക്കറിയ ഇങ്ങനെ ഒരു തൻ്റെ ആധ്യാത്മിക ദാരിദ്ര്യം ദൈവതിരുസന്നിധിയിൽ സമർപ്പിച്ചു കഴിഞ്ഞപ്പോഴേ എന്താ ചെയ്തിരിക്കണം? സക്കറിയായോട് നീ ഊമനായി തീരുമെന്ന് പറഞ്ഞ്. അതായത് എന്താണ്? നീ പുരോഹിതനാണ്, പക്ഷെ പുരോഹിതനടുത്ത ദൈവത്തിനെക്കുറിച്ചുള്ള അറിവ് നിനക്കില്ല. പുരോഹിതനടുത്ത പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമില്ല, വിവേചന വരമില്ല. അതുകൊണ്ട് നീ പുരോഹിതനായിരിക്കാൻ ഇനി ദൈവത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ പ്രാർത്ഥനാ ജീവിതം കട്ട് ചെയ്ത് കളഞ്ഞു. ഊമനായി തീരുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? വാ തുറന്ന് പ്രാർത്ഥിക്കാൻ പറ്റുകയെന്നതിൻ്റെ അർത്ഥം. വാ തുറന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റത്തില്ല. എന്താ കാര്യം? ഇതിപ്പോൾ നമുക്കറിയാമല്ലോ, വാ തുറന്ന് പ്രാർത്ഥിക്കാത്ത എന്തുമാത്രം മനുഷ്യരാണ് ഉള്ളത് കുടുംബങ്ങളിലേക്ക്, ഇല്ലേ? ഊമരാണ് സക്രിയയെ പോലെ. നമ്മൾ കുടുംബ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഇരിക്കാം, പരിശുദ്ധ മറിയം നന്മ നിറഞ്ഞ പറയും ചൊല്ലിക്കഴിഞ്ഞാൽ ഊമനായ സക്രിയ അവിടെ തൂണും ചാരി ഇരിക്കുന്നുണ്ടാകും. ചിലപ്പോൾ അപ്പനായിരിക്കും, ചിലപ്പോൾ അപ്പാപ്പനായിരിക്കും, ചിലപ്പോൾ മക്കളായിരിക്കും. എന്താണ്? അവൻ വാ തുറന്ന് പ്രാർത്ഥിക്കത്തില്ല, മനസ്സിൽ പ്രാർത്ഥിക്കും. അപ്പോൾ അമ്മ ചോദിക്കും, ഇടാ നന്മ നിറഞ്ഞ പറയും ചെല്ലി, പരിശുദ്ധ മറിയം ചെല്ലണില്ലേ? ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയും. അപ്പോൾ മനസ്സിൽ പ്രാർത്ഥിക്കണം മാത്രമല്ല, പ്രാർത്ഥിക്കുന്നവരെ വാ തുറന്ന് പ്രാർത്ഥിക്കണം. സക്കറിയായ്ക്ക് ആ വാ തുറന്നുള്ള പ്രാർത്ഥന ഏതാണ്ട് ജീവിതം അവസാനിപ്പിക്കുകയാണ് ദൈവം. എന്താ കാര്യം? യഥാകാലം നിറവേറേണ്ട ദൈവത്തിൻ്റെ വചനം അവൻ അവിശ്വസിച്ചു. യഥാകാലം നിറവേറേണ്ട ദൈവത്തിൻ്റെ വചനം അവൻ അവിശ്വസിച്ചു. ഇപ്പം വചനം അവിശ്വസിച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥനാ ജീവിതം അപ്പം തന്നെ പളിച്ചയായി പോകും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, വചനം വിശ്വസിച്ചുകൊണ്ട് വചന അധിഷ്ഠിതമായി വാതുറന്ന് പ്രാർത്ഥിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള പ്രാർത്ഥനാ വരത്താൽ എന്നെ അഭിഷേകം ചെയ്യണം. അപ്പം നമ്മൾ പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് ഗബ്രിയേൽ മാലാഖ വരുമ്പോൾ, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഈശോ എന്ന് പേരിടണം. പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് നൽകപ്പെടും. യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അപ്പം അങ്ങനെ കർത്താവിൻ്റെ വാക്കുകളും വാഗ്ദാനങ്ങളും വചനങ്ങളും അമ്മയ്ക്ക് കൊടുക്കുമ്പോൾ, അതാണ് ലൂക്ക 1:30. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും എന്ന് പറയുമ്പോൾ അമ്മ എന്താ പറയണത്? ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ, അവരുടെ കന്യത്വത്തെക്കുറിച്ച് അവർ സംസാരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, പുരുഷൻ്റെ ഇച്ഛയാലല്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം അത് ക്രമീകരിക്കും. അത് ക്ലിയറാക്കി കൊടുത്തു കഴിയുമ്പോൾ ഉടനെ അമ്മ പറയും, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയും. വചനത്തോട് ഒരു മനുഷ്യനെ പറയാനുള്ളൊരു വാക്കതാണ്. എന്താണ്? ലൂക്ക 1:38. ദൈവത്തിൻ്റെ വചനത്തോട് ഒരു വിശ്വാസി പുലർത്തേണ്ട ഒരു നിലപാടുണ്ട്. ഒരു നിലപാടേ ഉള്ളൂ. എന്താണത്? ലൂക്ക 1:38. എന്താണ്? വചനത്തിന്, കർത്താവിൻ്റെ വചനത്തിന് ഇതാ കർത്താവിൻ്റെ ദാസി. അതാണ് സംഭവം, അല്ലെ ദാസൻ. ഇതാണ് ഒരു വചനത്തോട് ഒരു വിശ്വാസി കൈവരിക്കേണ്ട ഒരു നിലപാടെന്ന് പറയണത്. സക്രിയ നിലപാട് കൈവരിച്ചില്ല എന്നുള്ളതാണ് വചനം. അതുകൊണ്ടാണ് അവനോട് പ്രാർത്ഥിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ലൂക്ക 1:20 പറയണ്ടേ, നീ മൂകനായി തീരും. ലൂക്ക 1:20, നീ മൂകനായി തീരും. എന്താ കാര്യം? യഥാകാലം നിറവേറേണ്ടതാണ് ദൈവത്തിൻ്റെ വചനം. കാര്യം, വചനം നിറവേറേണ്ട കാലം ആരുടേതാണ്? ദൈവത്തിൻ്റെതാണ്. നമുക്ക് കാലം നിശ്ചയിക്കാൻ പറ്റത്തില്ല. സക്രിയ 45-ാമത്തെ വയസ്സ് വരെ പ്രാർത്ഥിച്ചു. പക്ഷെ അവൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കണ 90-ാമത്തെ വയസ്സിലാണ്. കാലം ആര് നിശ്ചയിച്ചു? ദൈവം നിശ്ചയിച്ചു. അതാണ് പ്രശ്നം. കാലം ദൈവമാണ് നിശ്ചയിക്കേണ്ടത് എന്നുള്ള സൂചനയാണ് അമ്മയുടെ മംഗളവാർത്തയ്ക്ക് നമുക്ക് കിട്ടണം. ഇതാണ് യഥാകാലം നിറവേറേണ്ട ദൈവത്തിൻ്റെ വചനം. നീ അവിശ്വസിച്ചുകൊണ്ട് നീ മൂകനായി തീരുവെന്ന് 1:20 പറഞ്ഞില്ലേ? 1:20 ലൂക്കായുടെ സുവിശേഷത്തിൽ യഥാകാലം നിറവേറേണ്ടതാണ് ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ടാണ് എലിസബത്ത് പറഞ്ഞ കർത്താവ് നിന്നോട് അരുളിച്ചെയ്ത വചനങ്ങൾ. ലൂക്ക 1:45 നമ്മൾ പറയുന്നതാണ്. എന്താ? കർത്താവ് നിന്നോട് ഏറ്റു പറഞ്ഞേ,
കർത്താവ് നിന്നോട് അരുളി ചെയ്ത വചനങ്ങൾ അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. അപ്പോൾ എപ്പോൾ നിറവേറുമെന്നില്ല ഇതിൻ്റെ അകത്ത്. ഭയങ്കര മാത്തമാറ്റിക്കലാണ് ബൈബിളെ. എപ്പം അമ്മ വിശ്വസിച്ചു, എപ്പോഴാണ് നിറവേറണം ഇത്? അപ്പന് ഇഷ്ടമുള്ളപ്പോൾ എന്ന് പറയും. അമ്മ ഉടനെ പറയും, എങ്ങനെയാണ്? എൻ്റെ അപ്പന് ഇഷ്ടമുള്ളപ്പോൾ. ഭജന ഞാൻ വിശ്വസിച്ചു, അതിൻ്റെ നിറവേറ്റം എൻ്റെ അപ്പന് ഇഷ്ടമുള്ളപ്പോൾ. അത് ഭാവി എത്ര വേണമെങ്കിലും അപ്പന് എടുക്കാം. അതാണ് സംഭവം. അമ്മയുടെ വിശ്വാസവും സക്കറിയയുടെ വിശ്വാസവും തമ്മിൽ കറക്റ്റായിട്ട് രാത്രിയും പകലും പോലെ മാറണം. അവിടെ വെച്ചാണ് കാലം നിശ്ചയിക്കാനുള്ള അധികാരം ദൈവത്തിന് കൽപ്പിച്ച് നൽകും. കൃപാസനത്തിൽ സമയഘടികാരവും നെഞ്ചിലേറ്റിയാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. കാലം ദൈവത്തിന് കൽപ്പിച്ച് നൽകുമ്പോൾ ആ കാലത്തിൻ്റെ മേൽ ആരാണ് വിശ്വസിക്കുന്നത് അവർക്ക് അധികാരം കൊടുക്കും. അതുകൊണ്ടാണ് അമ്മ അടുത്ത ആ നിമിഷം തന്നെ അമ്മ കാത്തിരിക്കാതെ അപ്പം തന്നെ പ്രഗ്നൻ്റായി. എന്താ കാര്യം? അപ്പായ്ക്ക് കാലത്തിൻ്റെ അധികാരം കൊടുത്തു കഴിയുമ്പോൾ, അപ്പായ്ക്ക് കാലത്തിൻ്റെ മേലുള്ള അധികാരം പ്രഖ്യാപിച്ച് കഴിയുമ്പോൾ ആരാണോ പ്രഖ്യാപിക്കണത് അവന് അത് അനുയോജ്യമായ കാലത്തേക്ക് ദൈവം അത് ക്രമീകരിക്കും. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്ത് തന്നിരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ലുക്ക 49 ആ വചനം എഴുതിയിട്ടാണ് നേരത്തെ വസ്തുവിൻ്റെ പുറത്ത് വെക്കുന്നത്. അത് വെച്ച് വിശ്വാസം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ സ്വരം കേട്ടു. എന്താ സ്വരം കേട്ടത്? ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. അപ്പോൾ ദൈവത്തിന് ഞാൻ എപ്പോഴും എൻ്റെ പ്രവർത്തകരോട് പറയുവേ, ദൈവാനുഭവത്തിനൊരു പഞ്ഞും ഇല്ലയെന്ന് പറയും. എന്താ? അതാര് നിഷ്കളങ്കമായി ദൈവത്തിൽ വിശ്വസിക്കുന്നുവോ, നിഷ്കളങ്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധി ഉൾപ്പെടുത്താതെ. ഒരു വിശ്വാസം നിഷ്കളങ്കമാകണത് എങ്ങനെയാണ്? അത് ഹൃദയത്തിൻ്റെ ഒരു പ്രവൃത്തിയായി മാറുമ്പോഴാണ്. ബുദ്ധിയുടെ പ്രവൃത്തിയായി മാറുമ്പോൾ അതിനകത്ത് കളങ്കം വരും. പല ആൾക്കാർക്കും ബുദ്ധിയിൽ അധിഷ്ഠിതമായിട്ട് ദൈവത്തിനെ സമീപിക്കുമ്പോൾ ഉണ്ടാകുന്നത് കളങ്കവിശ്വാസമാണ്. കളങ്കവിശ്വാസം കൊണ്ട് ദൈവത്തെ അനുഭവിക്കാൻ വലിയ പാടാണ്. ബുദ്ധിപരമായിട്ടൊക്കെ കുറച്ച് ആഹ്ലാദം നമുക്കുണ്ടാകും. അതൊരു നോൺസെൻസ് ഏർപ്പാടാണ്. ബുദ്ധിപരമായിട്ട് ആഹ്ലാദം ഉണ്ടാകാനല്ല. ഈ വൈകാരികമായ ബോധ്യമില്ലേ, ബൗദ്ധിക ബോധ്യത്തിൻ്റെ കൂടെ തന്നെ വൈകാരിക ബോധ്യം ഉണ്ടായാൽ മാത്രമേ വചനം എക്സിക്യൂട്ട് ചെയ്തിട്ട് കർത്താവിനെ അറിയാത്തവരെ അറിയിക്കാനുള്ള മിഷൻ തീഷ്ണത കിട്ടത്തുള്ളൂ. കുറേ മെയിൻ്റനൻസ് നമുക്ക് കിട്ടുമായിരിക്കും. ഉള്ള ഒരു ഇടവകയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഉള്ള നിലവാരം നിലനിർത്തിക്കൊണ്ടുപോകാൻ പുരോഹിതന്മാർക്ക് പറ്റണത് അവർ ആ വിശ്വാസം ആ രീതിയിൽ കൈകാര്യം ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളുടെയും ബുദ്ധി അന്വേഷിക്കും. ഇപ്പം ബൈബിള് ബുദ്ധിപരമായിട്ട് നോക്കുന്നവരില്ലേ? ഞങ്ങളൊക്കെ സെമിനാരി പഠിക്കുമ്പോൾ ഫോം ക്രിറ്റിസിസം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായി. അത് ഏത് ഫോമിലാണ് എഴുതിയിരിക്കുന്നത് അതനുസരിച്ചാണ് അതിൻ്റെ അർത്ഥം അവർ നമ്മളെ മനസ്സിലാക്കണമെന്ന് പഠിപ്പിച്ചു തരണത്. പിന്നെ ടെക്സ്ച്വൽ ക്രിറ്റിസിസം എന്തായി? ഒരു ടെസ്റ്റ്, അത് ഏത് കാലഘട്ടത്തിലെ ടെസ്റ്റ്, ഏത് സാഹിത്യ ശൈലിയിൽ ഉപയോഗിച്ചിരിക്കുന്നു, അതിനാണ് ലിറ്ററൽ ക്രിറ്റിസിസം എന്ന് പറയണത്. അപ്പോൾ വചനം ബൈബിൾ പഠിക്കാൻ വേണ്ടി ഞങ്ങളൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്നത് ഇതാണ്. ഫോം ക്രിറ്റിസിസം പഠിച്ചിട്ടുണ്ട്, ടെക്സ്ച്വൽ ക്രിറ്റിസിസം പഠിച്ചിട്ടുണ്ട്, ലിറ്ററൽ ക്രിറ്റിസിസം പഠിച്ചിട്ടുണ്ട്. പക്ഷേ വചനം മാത്രം പഠിച്ചില്ല. അത് വലിയ സങ്കടമാണ് ശരിക്കും. ഞാൻ ഓർക്കുകയാണ്, ഈ അമ്മ രക്ഷപ്പെട്ടത്, പരിശുദ്ധ അമ്മ രക്ഷപ്പെട്ടത് ഈ സാധനമൊന്നും പഠിക്കാഞ്ഞിട്ടാണ്. ഈ സാധനം ഒന്നും പഠിക്കാഞ്ഞിട്ടാണ് അമ്മ രക്ഷപ്പെട്ടത്. എന്താ കാര്യം? സക്കറിയ പുരോഹിതൻ രക്ഷപ്പെടാതിരുന്നതും ഈ സാധനമൊക്കെ അവൻ കുറച്ച് പഠിച്ചു വെച്ചിട്ടാണ്. അതാണ് സാധാരണ മനുഷ്യരും അതുപോലെ തന്നെ ഇതെല്ലാം പഠിച്ച ആൾക്കാരും തമ്മിലുള്ള വ്യത്യാസം. സക്കറിയ രക്ഷപ്പെടാതെ അവൻ്റെ പ്രാർത്ഥനാ ജീവിതം വരെ സ്വർഗം പിടിച്ചു വെക്കാൻ കാര്യം എന്താണ്? ഈ സാധനമൊക്കെ അവൻ പഠിച്ചു വെച്ചിട്ടാണ്. നിൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കണമെന്ന് പറയുമ്പോൾ അവൻ പറയും, ബുദ്ധിപരമായിട്ട് ഒരു സാധ്യതയില്ലാത്ത കാര്യമാണ്. എൻ്റെ ഭാര്യ പതിവ് തെറ്റിയ ആളാണ്, ഇപ്പോൾ 70 വയസ്സുണ്ട്. അപ്പോൾ എങ്ങനെ കൊച്ചുണ്ടാകണത്? ഞങ്ങൾക്ക് 90 വയസ്സുണ്ട്, പിന്നെ എങ്ങനെയാണ് കൊച്ചുണ്ടാകണത്? അപ്പോൾ എല്ലാം ബുദ്ധിപരമായിട്ട് എടുത്ത കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവൻ്റെ പ്രാർത്ഥനാ ജീവിതം വരെ ദൈവം കട്ട് ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ അമ്മയോട് പറയണം, നീ ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും. അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ, കന്യാ ജീവിതമാണ് അവർ ആഗ്രഹിച്ചത്. അപ്പോൾ അങ്ങനെയല്ലേ, പരിശുദ്ധാവ് നിൻ്റെ മേൽ വരും, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ വാക്കെന്താണെന്നറിയാവോ?
പരിശുദ്ധാത്മാവ്, ഞാൻ അതിൻ്റെ ഫോം ക്രിറ്റിസിസം ഒന്ന് നോക്കട്ടെ, അതാണ് സംഭവം. അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ടെസ്റ്റ് ക്രിറ്റിസിസം ഒന്ന് നോക്കട്ടെ, ഞാനതിൻ്റെ ലിറ്ററൽ ക്രിറ്റിസിസം ഒന്ന് നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം പരിശുദ്ധാത്മാവ് ഞാൻ ആദ്യം കേൾക്കുകയാണ്. കർത്താവിൻ്റെ ആത്മാവെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ചില അതുപോലെ തന്നെ ദൈവാത്മാവെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോഴെന്താ ഈ പരിശുദ്ധാത്മാവെന്ന് പറയണത്? അതിൻ്റെ ടെസ്റ്റ് ക്രിറ്റിസിസം നോക്കട്ടെ, അതിൻ്റെ ഫോം ക്രിറ്റിസിസം നോക്കട്ടെ എന്ന് അമ്മ എങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ മനുഷ്യാവതാരം സ്വാഹ. ഇതാണ് പ്രശ്നം. എന്താ കാര്യം? അമ്മയ്ക്കറിയാം ഇതൊന്നും വചനം ക്രിട്ടിസൈസ് ചെയ്യേണ്ടതല്ലെന്നറിയാം അമ്മയ്ക്ക്. ആ ഒരു സാമാന്യ ബോധമെങ്കിലും പഠിക്കുന്നവർക്കും ഉണ്ടായാൽ മതിയായിരുന്നു. വചനം ക്രിട്ടിസൈസ് ചെയ്യാനുള്ളതല്ല, പിന്നെ എന്തിനാണ്? വചനം വിശ്വസിക്കാനുള്ളതാണ്. വചനം വിമർശിക്കാനുള്ളതല്ല, വിമർശന പഠനത്തിനുള്ളതല്ല, പിന്നെ എന്തിനാണ്? വചനം വിശ്വസിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് എലിസബത്ത് പറയണത്, അതും പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പറയും. എന്തെന്ന് പറയും? കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ ഏറ്റുപറഞ്ഞേ, കർത്താവിനോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. അതന്നെയല്ലേ ആ ചേച്ചി എഴുതി വെച്ചിരിക്കുന്ന പേപ്പറ്? ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. അത് എഴുതി വെച്ചിട്ട് അതിൻ്റെ പുറത്ത് നിറച്ച വസ്തു വെച്ച് കഴിയുമ്പോൾ വചനം അവർ വിശ്വസിച്ചു. അപ്പോൾ അവർ സ്വരം കേൾക്കും. എന്താ പറയണത്? ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. എൻ്റെ ദൈവവേദലെ ദൈവവചനം വിശ്വസിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ഹെബ്രായർ വായിക്കണില്ലേ 4:2 അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കേൾക്കണ വചനം എല്ലാവർക്കും പ്രയോജനപ്പെടണമെന്നില്ല. ചില ആൾക്കാർ വചനം കേട്ട് കഴിയുമ്പോൾ അവർ വചനത്തെക്കുറിച്ച് വിമർശിക്കാൻ തോന്നും. അവർക്ക് ഫോം ക്രിറ്റിസിസം, ലിറ്ററൽ ക്രിറ്റിസിസം, ക്ലാസിക്കൽ ക്രിറ്റിസിസം ഇങ്ങനെ വിമർശിക്കാൻ തോന്നും. അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. എന്താ കാര്യം? അവർ വിമർശന ബുദ്ധിയാണ് വചനത്തെ സമീപിച്ചത്. അതുകൊണ്ട് ഹെബ്രായർ 4:2 പറയണത് അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കാരണം എന്താണ്? അവരതിൽ വിശ്വസിച്ചില്ല എന്ന്. കാര്യം എന്താണ്? വിമർശിച്ച് പഠിക്കേണ്ട കാര്യമല്ല വചനം, പിന്നെ എന്തിനാണ്? അത് വിശ്വസിച്ച് അനുഭവിക്കേണ്ടതാണ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രുതിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്തുന്ന ഉടമ്പടി ദിവ്യവചന പ്രഘോഷണത്തെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുന്ന നന്ദി പറയുന്ന കർത്താവേ, വചനത്തിൽ വേരൂന്നി വളരാൻ, വചനത്തിൽ വിശ്വസിച്ച് വളരാൻ ഞങ്ങൾക്ക് നൽകുന്ന കൃപകൾക്ക് നന്ദി പറയുന്ന കർത്താവേ, അഭിഷേക സാക്ഷ്യത്തെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. എപ്പോഴും നമ്മൾ വചനത്തെ ദൈവികമായ മേഖലകളിലെ, എൻ്റെ മക്കളെ ഇനി ഞാൻ പറയണ പ്രത്യേകം ശ്രദ്ധിക്കണേ, നിങ്ങൾക്ക് ദൈവികമായ മേഖലകളിൽ ചരിക്കണം, ദൈവാനുഭവത്തിൽ വളരണം എന്നുണ്ടെങ്കിൽ ബേസിക്കായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മിനിമം പരിശുദ്ധാത്മാവിനെ അഥവാ പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ഒരു ചെറിയ ഒരു പൊരിയെങ്കിലും തീപ്പൊരിയെങ്കിലും ഉണ്ടെങ്കിലേ നമുക്ക് ഓരോരോ സമയത്ത് വരുന്ന വിഷയത്തിൻ്റെ മേലെ ദൈവികമായ ചോദനകൾ ലഭിച്ചുകൊണ്ടിരിക്കും. വാട്ട് ടു ഡു, വെൻ ടു ഡു, ഹൗ ടു ഡു എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. അതായത് ഇപ്പം തന്നെ ഒരു ഉദാഹരണം, നമ്മുടെ പഴയ നിയമത്തിലില്ലേ, പഴയ നിയമത്തിൽ 2 രാജാക്കന്മാരുടെ 3:15 അതെന്താ ഇവിടെ വിഷയം? മൊവാബ്യരുമായിട്ടുള്ള യുദ്ധമാണ്. മൊവാബ്യർ വളരെ ശക്തരായ പടനീക്കമുള്ള വലിയ പട്ടാള വ്യൂഹമുള്ള മനുഷ്യരാണ്. അവിടെ റീസണബിളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ യുദ്ധത്തിന് പോകുന്ന ആൾക്കാരൊക്കെയാണ്? ഇസ്രായേൽ രാജാവ്, ഏദോം രാജാവ്, യൂദ രാജാവ്, ഇങ്ങനെ കുറേ ആൾക്കാർ യുദ്ധത്തിന് പോവുകയാണ്. ഇവരുടെ കയ്യിലൊന്നും പട്ടാളം ആവശ്യത്തിനില്ല. ഇവരുടെ എല്ലാം കൂടി ഇങ്ങനെ ഈ നാട്ടുരാജ്യങ്ങളാണ് ഇതെല്ലാവേ. യൂദയ, ഇസ്രായേൽ, ഇതെല്ലാം നാട്ടുരാജ്യങ്ങൾ. ഏദോം, ഇതെല്ലാം കൊച്ചു നാട്ടുരാജ്യങ്ങളാണ്. മൊവാബ് അങ്ങനെ വലിയൊരു രാജ്യമാണ്. ഇവരോട് ഇവർ യുദ്ധത്തിന് പോവുകയാണ്. അപ്പം അങ്ങനെ യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ മിക്കവാറും ഇവർ തോറ്റുപോകുന്ന അറിയാം. പക്ഷേ യുദ്ധം ചെയ്തില്ലെങ്കിൽ അവർ വന്ന് ഇവരെ വെട്ടി വിഴുങ്ങും, ഇവരുടെ സ്ഥലം കൈയേറും, ഇവർ നാടോടികളായി പോകും. അതുകൊണ്ട് യുദ്ധം ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, യുദ്ധം ചെയ്യാനും പറ്റത്തില്ല. ഇതാണ് അവസ്ഥ.
ജീവിതത്തിൽ അങ്ങനെ സംഭവം ഉണ്ട്. യുദ്ധം ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, യുദ്ധം ചെയ്യാനും പറ്റത്തില്ല. പിന്നെ എന്ത് ചെയ്യും മനുഷ്യൻ? ഇപ്പോൾ പോണ വഴിക്ക് ഒരു രാജാവിന് ബോധം തോന്നി, ഈ യുദ്ധത്തിൽ കർത്താവ് പങ്കെടുക്കുമോ എന്നറിഞ്ഞാൽ മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ കർത്താവ് ഈ യുദ്ധത്തിൽ പങ്കെടുക്കുമോ? കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെപ്പോലും അവർ സൈന്യങ്ങളുടെ കർത്താവെന്നാണ് വിളിക്കണത്. ഇസ്രായേലിനെ നിലനിർത്തിക്കൊണ്ടിരുന്ന മുഴുവനും സ്വർഗീയ സൈന്യങ്ങളുള്ള കർത്താവാണ്. അപ്പോൾ ഈ കർത്താവ് യുദ്ധത്തിൽ പങ്കെടുക്കുമോ എന്ന് അറിയണം. എന്താ മാർഗം? അറിയണമെങ്കിൽ പരിശുദ്ധാത്മാവുള്ള ആരെങ്കിലും ഉണ്ടാകണം. അതാണ് പ്രശ്നം. രാജാക്കന്മാരായിട്ട് കാര്യമില്ല, പരിശുദ്ധാത്മാവുള്ള ആരെങ്കിലും ഉണ്ടാകണം. അപ്പോൾ ആരുണ്ടെന്ന് തിരക്കിയപ്പോൾ പറഞ്ഞ് ആത്മാശോധന പറയുന്ന ആൾക്കാർ, ആത്മീയ കാര്യങ്ങൾ പറയുന്ന ഒരാളുണ്ട്, എലീഷ ഉണ്ടെന്ന് പറയും. അപ്പോൾ രാജാക്കന്മാർ പറയും എലീഷാനെ വിളിക്കാൻ പറയും. എലീഷാനെ വിളിക്കും. എലീഷാനെ വിളിച്ചിട്ട് പറയും, മോവാബ്യർ ഭയങ്കരമായ സിംഹം പോലെയുള്ള ആന പോലെയുള്ള കരുത്തരാണ്, ഞങ്ങൾ ആട് പോലെ ഇരിക്കുകയാണ്. ഈ യുദ്ധത്തിൽ കർത്താവ് ദൈവപുരുഷ, ഈ യുദ്ധത്തിൽ കർത്താവ് പങ്കെടുത്താൽ മാത്രമേ ഞങ്ങൾ പോകുന്ന പ്രശ്നമുള്ളൂ, അല്ലെങ്കിൽ പോയിട്ട് കാര്യമില്ല, അവർക്ക് അപ്പം കൊടുത്ത് പിരിയാമെന്ന് പറയും. കപ്പം കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുമാനത്തിന് പകുതി കൊടുക്കേണ്ടി വരും, പിന്നെ ദരിദ്ര നാരായണന്മാരായിട്ട് ജീവിക്കേണ്ടി വരും. ഇതെന്താ ചെയ്യേണ്ടത്? ഒരു കാര്യം പറയാം, ഞങ്ങൾക്കൊരു പിടിയും കിട്ടില്ല എന്ന് പറയുമ്പോൾ എലീഷ പറയും, ഞാൻ പറയാം, ആദ്യം കിന്നരക്കാരെ കൊണ്ടുവരാൻ പറയും, പാട്ടുകാരെ കൊണ്ടുവരാൻ പറയും. പാട്ടുകാരെ കൊണ്ടുവരണത് ഉള്ള ഗുണമെന്ന് വെച്ചാൽ ഈ പ്രാർത്ഥിക്കുന്നതിനേക്കാളും പെട്ടെന്നാണ് ഈ പാട്ടിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയണത്. അത് നല്ല പാട്ടുകാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അഭിഷേകം ഉണ്ടായിട്ട് പെട്ടെന്ന് ഈ പ്രാർത്ഥിക്കുന്നവർക്കും അതൊരു സുഖമാണ്, പെട്ടെന്ന് അഭിഷേകം ഉണ്ടാവും. അപ്പോൾ ഉടനെ പാട്ടുകാരെ കൊണ്ടുവന്നു, ദൈവത്തിൻ്റെ പാട്ടുകാരെ കൊണ്ടുവന്നു. ദൈവത്തിൻ്റെ പാട്ടുകാരെന്ന് പറഞ്ഞാൽ ദൈവം പാട്ട് കൊടുത്തിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ദൈവം പാട്ട് കൊടുത്തിരിക്കുന്ന ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഇവർ പാടാൻ തുടങ്ങും. പാടാൻ തുടങ്ങുമ്പോൾ ഉടനെ പരിശുദ്ധാത്മാവ് ഇവനിൽ ഇളകാൻ തുടങ്ങും. ആരിൽ? എലീഷയിൽ. എന്താണ്? എലീഷയ്ക്ക് ഉടനെ ദർശനം ഉണ്ടാവും, പ്രവചനം ഉണ്ടാവും, രണ്ട് വര ഉടനെ ഉണ്ടാവും. എന്തൊക്കെയാണ് എലീഷ പറയണത്? കാറ്റില്ല, മഴയില്ല, പക്ഷേ അരുവിത്തടങ്ങൾ വെള്ളം കൊണ്ട് നിറഞ്ഞു എന്ന് പറയാം. എന്നുവെച്ചാൽ അർത്ഥം എന്താണ്? കാറ്റും മഴയും വേണം. കാറ്റുണ്ടെങ്കിലേ മഴ ഉണ്ടാകത്തുള്ളൂ, മഴയുണ്ടെങ്കിൽ അരുവിത്തടങ്ങൾ വെള്ളം കൊണ്ട് നിറയത്തുള്ളൂ. അപ്പോഴും പറയും കാറ്റില്ല, മഴയില്ല. കാറ്റും മഴയില്ലെങ്കിലും അരുവിത്തടങ്ങൾ വെള്ളം കൊണ്ട് നിറയും. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ പട്ടാളക്കാരില്ലെങ്കിലും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പുറപ്പാട് 14 അവർക്ക് അനുഭവം ഉള്ളതാണ്. എന്താണ്? കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മൗനമായിരുന്നാൽ മതി. ഈ പട്ടാളക്കാരുടെ പോലും കാര്യമില്ല. കർത്താവ് യുദ്ധത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ കൊച്ചു പട്ടാളക്കാരനെ കൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് എലീഷ പറയും, തീർച്ചയായിട്ടും നിങ്ങൾ മുന്നോട്ട് പോകണം, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾക്ക് ആയുധബലമില്ലെങ്കിലും ആൾബലമില്ലെങ്കിലും കർത്താവ് യുദ്ധം ചെയ്യിപ്പിച്ചിരിക്കും. അതെന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണത്. എലീഷയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞത് കൊണ്ടാണ് എന്താണ് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞത്. അപ്പോൾ അത് ഇപ്പോഴൊക്കെ ഉള്ള കുറേ ആൾക്കാർ പറയുന്നത് പരിശുദ്ധാത്മാവ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇക്കാലങ്ങളിൽ ഇടപെടാറില്ല, ആദിമസഭയിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞ് തടിതപ്പണ ദൈവശാസ്ത്രജ്ഞന്മാരുണ്ട്. ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ആൾക്കാരുടെ നിലപാടതായിരുന്നു. ആദിമസഭയിൽ ഭയങ്കര പരിശുദ്ധാത്മാവായിരുന്നു, അതിന് പരിശുദ്ധാത്മാവ് ഉണ്ടായിട്ടില്ല, ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇടപെടത്തില്ല, സഭയുടെ കുല പ്രബോധന കാര്യങ്ങൾക്കൊക്കെ ഇടപെടത്തുള്ളത് പറഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ ദാരിദ്ര്യം അനുഭവിച്ച കാരണം അവർ പരിശുദ്ധാത്മാവിനെ നിഷേധിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് വരണ്ട ഒരു ആധ്യാത്മിക ജീവിതം പലർക്കും വരാൻ കാരണം അതാണ്. കാര്യം പരിശുദ്ധാത്മാവ് നിരന്തരമായിട്ട് സഭയിൽ പ്രവർത്തിക്കുകയാണ്. ഇന്ന കാര്യങ്ങളെന്നല്ല, എല്ലാ കാര്യങ്ങളിലും. നീ ആരെ കല്യാണം കഴിക്കണമെന്ന് വരെ പരിശുദ്ധാത്മാവ് പറയും. കാര്യം എന്താണ്? നീ ദൈവവേദനായതുകൊണ്ട്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.